തിരുവനന്തപുരം ജില്ലാ അദാലത്തിൽ നിർമ്മിതി കേന്ദ്ര ഉദ്യോഗസ്ഥനെ രൂക്ഷമായി ശകാരിച്ച മന്ത്രി ഒ.ആർ. കേളു. തിന്നുകയും തീറ്റിക്കുകയും ഇല്ലെന്ന നിലപാടാണ് നിർമ്മിത കേന്ദ്രത്തിനെന്ന മന്ത്രി. കോളനികളുടെയും സങ്കേതങ്ങളുടെയും പേരുമാറ്റിയതിൽ പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് നിർമ്മിതി കേന്ദ്രത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥനെ മന്ത്രി ഒ.ആർ. കേളു ശകാരിച്ചത്. വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമപദ്ധതി നിർവഹണത്തിൽ നിർമ്മിതി കേന്ദ്രം വരുത്തുന്ന കാലതാമസമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. തിന്നുകയും തീറ്റിക്കുകയും ഇല്ലെന്ന രീതി നടക്കില്ലെന്ന് മന്ത്രി തുറന്നടിച്ചു. ആവില്ലെങ്കിൽ ആവില്ലെന്ന് പറയണം. ഈ തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. കേട്ടല്ലോ, അങ്ങനൊരു നമ്മുടെ നാട്ടിലുള്ള അങ്ങനൊരു ഭാഷയുണ്ട്. ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. തിന്നില്ല തീറ്റിക്കുകയില്ല. 17 ഒരു പദ്ധതി ആയിട്ട് 24 ആയാലും അത് പാതി ഒരുക്കി നടക്കുക. ആരോട് പറയാൻ സമാധാനം. പിന്നാലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്ന വിമർശനമുണ്ടെന്ന് മയപ്പെടുത്തി. അതെ, നമ്മുടെ വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അംബേദ്കർ ഗ്രാമ പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി ഇവിടെ സ്റ്റേറ്റ് നിർമ്മിതിയാണ് നേരത്തെ തന്നെ പലതും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ വിമർശനം വന്നത് അവരൊന്നും കാര്യക്ഷമമായി സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കുന്നില്ല, കാലവിളംബം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വിമർശനം വന്നിട്ടുള്ളത്. അപ്പം ആ കാര്യങ്ങൾ കേട്ടു. അത് ഇനി രേഖാമൂലം പരിശോധിച്ചാലേ കുറച്ചുകൂടി വ്യക്തത വരുള്ളൂ. കോളനികളുടെയും സങ്കേതങ്ങളുടെയും പേര് മാറ്റിയതിൽ ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചില ഊര് നിവാസികൾ രേഖാമൂലം പരാതി നൽകിയെന്നും മറ്റു ചിലർ പേരുമാറ്റത്തെ സ്വാഗതം ചെയ്തെന്നും ഒ.ആർ. കേളു വ്യക്തമാക്കി. ഞാനത് പഠിച്ചിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം ഈ പേര് മാറ്റിയതിനെതിരെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. പേര് മാറ്റിയത് ശരിയല്ല, അതെങ്ങനെയാണ് പേര് മാറ്റുക? എല്ലാത്തിനും 2 അഭിപ്രായം ഉണ്ടല്ലോ നാട്ടിൽ. അതേപോലെ ചെറിയ ആൾക്കാർ പേര് മാറ്റിയത് നന്നായിട്ട് സ്വാഗതം ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളും ഉണ്ട്. അതേസമയത്ത് പേര് മാറ്റിയതിനെ എതിർത്ത് പബ്ലിക്കല്ല, നമ്മുടെ ഊര് നിവാസികൾ തന്നെയാണ് എതിർത്തുകൊണ്ട് രേഖാമൂലം പരാതി ലഭിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ പ്രഖ്യാപനം എന്ന നിലയിലാണ് കോളനികളുടെയും സങ്കേതങ്ങളുടെയും പേര് മാറ്റാനുള്ള തീരുമാനം മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. ധൃതി പിടിച്ച ഉത്തരവും പുറത്തിറക്കിയിരുന്നു. എന്നാൽ കാര്യമായ സ്വീകാര്യത ഈ പ്രഖ്യാപനത്തിന് ലഭിച്ചിരുന്നില്ല. ഇതിനുള്ള തെളിവ് കൂടിയായി മാറുകയാണ് മന്ത്രി ഒ.ആർ. കേളുവിന്റെ വാക്കുകൾ. ജനം, തിരുവനന്തപുരം.